ഹലോ, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂവേഷൻ തന്നെയാണ്, ടാഗുകളെ പറ്റിയിട്ട് തന്നെയാണ് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിവ് ടാഗിനെ പറ്റിയിട്ടാണ് നമ്മൾ പറഞ്ഞ് നിർത്തിയത്. ഇനി നെക്സ്റ്റ് ടാഗ് വരുന്നതാണ് ഫോണ്ട് ടാഗ്. ഫോണ്ട് ടാഗ് യൂസ് ചെയ്യുന്നത് നമ്മളുടെ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ടെക്സ്റ്റിൻ്റെ ഫോണ്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ്. അതായത് അതിൻ്റെ സൈസ്, സ്റ്റൈല്, കളറ് ഇതൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫോണ്ട് ടാഗ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ നോക്കുക, ഫോണ്ട് ടാഗ് allows us to change the size, style and color of the text enclosed within opening and closing font tags. ഇനി നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്ന ഫോണ്ട് ടാഗിൻ്റെ ആട്രിബ്യൂട്ട്സ് ആണ് കളർ, ഫേസ്, സൈസ്. ഈ 3 ആട്രിബ്യൂട്ട്സ് ആണ് ഫോണ്ടിൻ്റെ നമ്മൾ യൂസ് ചെയ്യാറ്. അപ്പോൾ ഫോണ്ട് ടാഗിൻ്റെ ഉള്ളിൽ കളർ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വാല്യൂ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എഴുതുന്ന ടെക്സ്റ്റിൻ്റെ കളറ് അല്ലെങ്കിൽ ഫോണ്ട് ടെക്സ്റ്റിൻ്റെ കളറ് ആ പറഞ്ഞ കളർ നെയിമായിട്ട് വരും. ഇനി ഫേസ് എന്ന് പറയുന്നതോ നമ്മുടെ ഫോണ്ട് ഫേസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ചില ടെക്സ്റ്റുകൾക്ക് നമ്മൾ കൊറിയർ ന്യൂ, അതുപോലെ ടൈംസ് ന്യൂ റോമൻ എന്നൊക്കെ പറയുന്ന ഒരു ഫോണ്ട് ഫേസ് കൊടുക്കുന്നില്ലേ. അപ്പോൾ ഏത് ഫോണ്ട് ഫേസ് ആണ് വേണ്ടത്, ഏത് ഫോണ്ടിലാണ് ഡിസ്പ്ലേ ചെയ്യേണ്ടതെന്ന് പറയാനാണ് ഫേസ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റാണ് സൈസ്. നമ്മളുടെ ആ ഫോണ്ട് ടെക്സ്റ്റിൻ്റെ സൈസ് സ്പെസിഫൈ ചെയ്യുന്നു. 1 to 7 റേഞ്ചിൽ കൊടുക്കാം. ഡിഫോൾട്ടായിട്ട് വരുന്ന വാല്യൂ 3 ആണ്. അപ്പോൾ നോർമൽ സൈസിലായിരിക്കും വരിക. ഇനി നമുക്ക് സൈസ് കൂട്ടണമെന്നുണ്ടെങ്കിലും കുറയ്ക്കണമെന്നുണ്ടെങ്കിലും അതിൻ്റേതായിട്ടുള്ള വാല്യൂസ് കൊടുത്താൽ നമുക്കത് അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ഫോണ്ട്. ഇനി ഫോണ്ട് യൂസ് ചെയ്തിട്ടുള്ളൊരു പ്രോഗ്രാം വന്നിട്ടുണ്ട്. ഇതിൽ ബോഡി BG കളർ കൊടുത്തിട്ടുണ്ട്. കുറച്ച് ടെക്സ്റ്റുകൾ വെറുതെ എഴുതിയിട്ടുണ്ട്. 2 BR ടാഗ് വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 ലൈൻസ് കഴിഞ്ഞിട്ടായിരിക്കും നെക്സ്റ്റ് കണ്ടൻറ്റ് വരിക. അതിൽ നെക്സ്റ്റ് ലൈനിൽ ഫോണ്ട് സൈസ് 6 കൊടുത്തിട്ടുണ്ട്, ഫേസ് കൊറിയർ ന്യൂ കൊടുത്തിട്ടുണ്ട്, പിന്നെ കളറും കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ടെക്സ്റ്റ് അവിടെ എഴുതിയിട്ടുണ്ട്. സക്സസ്ഫുൾ പീപ്പിൾ ഡോൺ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഒരു ചെറിയൊരു പോർഷൻ ഒരു ഗ്രീൻ കളറിൽ കാണുന്നില്ലേ, അത് നെക്സ്റ്റിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫോണ്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഔട്ട്പുട്ട് നോക്കുക. ഫിഗർ 4.30 അതിനെ നോക്കുക. നോർമലി എഴുതിയിട്ടുള്ള ടെക്സ്റ്റുകൾ എവരി സക്സസ് സ്റ്റോറീസ് ഓൾസോ എന്ന് പറഞ്ഞിട്ടുള്ള ടെക്സ്റ്റ് അതവിടെ നോർമൽ സൈസിൽ ബ്ലാക്ക് കളറിൽ വന്നിട്ടുണ്ട്. ഇനി 2 BR ടാഗ് കൊടുത്തിട്ടുള്ളതുകൊണ്ട് 2 ലൈൻസ് കഴിഞ്ഞിട്ടാണ് നെക്സ്റ്റ് കണ്ടൻറ്റ് വരണത്. അത് ഫോണ്ടിൽ എഴുതിയിട്ടുള്ളതുകൊണ്ട് ഫോണ്ടിൽ നമ്മൾ കൊടുത്തിട്ടുള്ള കളറും അതിൻ്റേതായിട്ടുള്ള ആ ഫേസും സൈസിലുമാണ് ആ ഒരു ടെക്സ്റ്റ് അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. ഇനി ആ ഡോണ്ട് എന്ന് പറഞ്ഞിട്ട് ആംപ്രസൻറ്റ് APOS എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടില്ലേ, അവിടെ നമ്മളുടെ ഔട്ട്പുട്ടിൽ എന്താ വന്നിട്ടുള്ളത്, ഡോണ്ട് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് അല്ലേ. കൊട്ടേഷൻ മാർക്ക് ടി അത് വരാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പെർട്ടിക്കുലർ ആംപ്രസൻറ്റ് APOS കൊടുത്തിട്ടുള്ളത്. ഇനി അതിനെ പറ്റിയിട്ട് നമ്മൾ നെക്സ്റ്റിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. HTML എൻറ്റിറ്റീസ് ഫോർ റിസർവ്ഡ് ക്യാരക്ടേഴ്സ്. അതായത് നമ്മളുടെ HTML ചില സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ പങ്ക്ച്വേഷൻ മാർക്കുകൾ ഡയറക്റ്റ്ലി നമുക്ക് കൊടുക്കാനായിട്ട് പറ്റില്ല. അതായത് ഇപ്പോൾ നമ്മൾ പ്രോഗ്രാമിംഗ് എഴുതുമ്പോൾ HTML ടാഗുകൾ എഴുതുമ്പോൾ അല്ലെങ്കിൽ HTML പ്രോഗ്രാം എഴുതുമ്പോൾ അതിൽ ഈ HTML ഹെഡ്, ടൈറ്റിൽ, ബോഡി എന്നൊക്കെ പറയുന്ന ടാഗുകളിൽ നമ്മൾ ഈ ലെസ് ദാൻ മാർക്കും ഗ്രേറ്റർ ദാൻ മാർക്കും ടാഗുകളെ സ്പെസിഫൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മളുടെ വെബ് പേജിൽ വരുന്നുണ്ടോ? ഇല്ല, വെബ് പേജിൽ നമുക്ക് ഒരിക്കലും അത് കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കുറച്ച് പങ്ക്ച്വേഷൻ മാർക്കുകളൊക്കെ നമ്മൾ പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്ക് വെബ് പേജിൽ കാണാൻ പറ്റില്ല. പിന്നെ അത്തരം പങ്ക്ച്വേഷൻ മാർക്ക് കൊടുക്കാനും ചില മാർക്കുകൾ നമുക്ക് പ്രോഗ്രാമിൽ ഡയറക്റ്റ്ലി കൊടുക്കാനും പറ്റില്ല. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് എൻറ്റിറ്റീസ് യൂസ് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഫോണ്ടിൻ്റെ ആ ഒരു പ്രോഗ്രാമിൽ കണ്ടിട്ടുള്ള ആംപ്രസൻറ്റ് APOS എന്ന് പറയുന്ന ആ ഒരു എൻറ്റിറ്റി സിംഗിൾ കൊട്ടേഷൻ മാർക്ക് കൊടുക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു എൻറ്റിറ്റിയാണ്. ഇപ്പോൾ ഒരു സിംഗിൾ കൊട്ടേഷൻ മാർക്ക് നമ്മുടെ വെബ് പേജിൽ വരണം എന്നുണ്ടെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ എൻറ്റിറ്റി യൂസ് ചെയ്താൽ മതി ആ ഒരു സ്പെസിഫിക് സ്ഥലത്ത്. അപ്പോൾ ആ ഒരു കൊട്ടേഷൻ മാർക്ക് അവിടെ വരും. ഈ ഒരു ബോക്സിൽ തന്നിട്ടുണ്ട്, ടേബിൾ 4.6 തന്നിട്ടുണ്ട്. ആംപ്രസൻറ്റ് BSP കൊടുത്തു കഴിഞ്ഞാൽ സ്പേസ് വരും, അവിടെ ബ്ലാങ്ക് സ്പേസ് വരും. അതിന് വേണ്ടിയിട്ട് നമുക്ക് എത്രത്തോളം ബ്ലാങ്ക് സ്പേസ് വരണോ അത്രത്തോളം നമുക്ക് ആംപ്രസൻറ്റ് BSP കൊടുക്കാം. അതുപോലെ ആംപ്രസൻറ്റ് കോട്ട് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണെങ്കിൽ ഡബിൾ കൊട്ടേഷൻ മാർക്ക് കാണിക്കും. ആംപ്രസൻറ്റ് APOS കൊടുത്താൽ സിംഗിൾ കൊട്ടേഷൻ മാർക്ക് കാണിക്കും. അതുപോലെ ആംപ്രസൻറ്റ് AMP കൊടുത്താൽ ആംപ്രസൻറ്റ് മാർക്ക് കാണിക്കും അവിടെ.
അതുപോലെ ലെസ് ദാനും ഗ്രേറ്റർ ദാനും സിമ്പലുകൾ നമ്മൾ ടാഗുകളെ കാണിക്കാനാണ് യൂസ് ചെയ്യാറ്. അതൊരിക്കലും നമ്മുടെ വെബ് പേജിൽ കാണാൻ പറ്റില്ല. ഇൻ കേസ് ലെസ് ദാൻ എന്നും ഗ്രേറ്റർ ദാൻ എന്നും നമുക്ക് അതവിടെ ഷോ ചെയ്യിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആംപർസൻഡ് LT അതുപോലെ ആംപർസൻഡ് GT ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ അതിന് വേണ്ടിയിട്ടുള്ള എൻറ്റിറ്റീസ് പ്രോഗ്രാമിൽ യൂസ് ചെയ്താൽ മതി. അതുപോലെ കോപ്പി റൈറ്റിൻ്റെ ക്യാരക്ടർ വരാണെങ്കിൽ ആംപർസൻഡ് കോപ്പി യൂസ് ചെയ്താൽ കോപ്പി റൈറ്റിൻ്റെ ആ ഒരു സിമ്പൽ വരും. അതുപോലെ TM ട്രേഡ് മാർക്കിൻ്റെ സിമ്പൽ വരാൻ ആംപർസൻഡ് ട്രേഡ് കൊടുത്താൽ മതി. അതുപോലെ സിമ്പിളായിട്ടുള്ള ആ ഒരു സിമ്പിൾ വരാണെങ്കിൽ ആംപർസൻഡ് REG കൊടുത്താൽ മതി. അപ്പോൾ ഇത്തരത്തിലുള്ള എൻറ്റിറ്റീസ് യൂസ് ചെയ്താൽ നമുക്ക് സ്പെസിഫിക് ആ ഒരു പങ്ക്ച്വേഷൻ മാർക്കുകൾ നമ്മളുടെ വെബ് പേജിൽ ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നെക്സ്റ്റ് ടോപ്പിക്കാണ് ആഡിങ് കമൻറ്റ്സ് ഇൻ HTML ഡോക്യുമെൻറ്റ്. നമ്മൾ C++ ഒക്കെ പറഞ്ഞപ്പോൾ നമ്മൾ കമൻസിനെ പറ്റി പറഞ്ഞായിരുന്നു. എന്തായിരുന്നു കമൻസ്? നമ്മളുടെ ആ ഒരു പ്രോഗ്രാം പേജിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഇൻഫോർമേഷൻസ് ആഡ് ചെയ്യുന്നതിനെയാണ് കമൻറ്റ് എന്ന് പറയുക. ആ കമൻറ്റ് ഒരിക്കലും എക്സിക്യൂട്ട് ചെയ്ത ഔട്ട്പുട്ടിൽ വരില്ല അല്ലേ? അതൊരു സ്പെസിഫിക് ഇൻഫോർമേഷനായിട്ട് കൊടുക്കാനായിട്ടാണ് കമൻസ് യൂസ് ചെയ്യുക. അപ്പോൾ C പ്രോഗ്രാമിൽ നമ്മൾ എങ്ങനെയാണ് കമൻസ് കൊടുത്തിരുന്നത്? /* എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് കമൻസ് കൊടുത്തിരുന്നത് അല്ലേ? പക്ഷേ നമ്മുടെ HTML വരുമ്പോൾ കമൻസ് കൊടുക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു ടാഗാണ്. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ എന്താണോ കമൻറ്റ് അതവിടെ എഴുതുന്നത്. ഇവിടെ ഒരു പ്രോഗ്രാം തന്നിട്ടുണ്ട്, അതിൽ ബോഡി BG കളർ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ദിസ് ഈസ് എ കമൻറ്റ് എന്ന് പറഞ്ഞിട്ട് അതൊരു കമൻറ്റ് ലൈനായിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് P ടാഗിൽ കുറച്ച് പാരഗ്രാഫ്സ് എഴുതിയിട്ടുണ്ട്. ലാസ്റ്റ് കമൻസ് എന്ന് പറഞ്ഞിട്ട് വേറൊരു കമൻറ്റ് സെക്ഷനും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്താ, ഔട്ട്പുട്ടിൽ ഈ കമൻറ്റുകളൊന്നും കാണുന്നില്ല. പക്ഷേ ഈ പ്രോഗ്രാം വേറൊരാൾ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ എഴുതുന്ന ഒരു പ്രോഗ്രാം ഹാൻഡ് ഓവർ ചെയ്യാണ്, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ ഇതൊക്കെ എന്താണ് എന്നറിയാനാണ് കമൻസ് നമ്മൾ കൊടുക്കണേ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കമൻസ് കൊടുക്കുക. ലെസ് ദാൻ മാർക്ക്, അതുപോലെ എക്സ്ക്ലമേഷൻ മാർക്ക്, ഡാഷ് നമ്മുടെ കമൻറ്റ് എഴുതുക, അതുപോലെ ഡാഷ് ഗ്രേറ്റർ ദാൻ ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു കമൻറ്റ് സെക്ഷൻ അവിടെ ക്ലോസ് ആവും. ഔട്ട്പുട്ട് നോക്കിയാൽ കാണാം, ഔട്ട്പുട്ടിൽ ആ ഒരു P ടാഗിലുള്ള കണ്ടൻറ്റ് മാത്രമേ വന്നിട്ടുള്ളൂ. കമൻസ് ഒരിക്കലും പ്രോഗ്രാമിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന ഭാഗമല്ല. ഇനി നെക്സ്റ്റാണ് ഇൻസേർട്ടിങ് ഇമേജസ്. നമ്മളിപ്പോൾ വെബ് പേജിൽ എല്ലാത്തിനെയും പറ്റി പഠിച്ചു. ബോഡി ടാഗ്, അതിൻ്റെ ഉള്ള ടെക്സ്റ്റുകൾ എങ്ങനെയൊക്കെ ഫോർമാറ്റ് ചെയ്യണം, എങ്ങനെയൊക്കെ പാരഗ്രാഫ്സ് ക്രിയേറ്റ് ചെയ്യണം, എങ്ങനെയൊക്കെ ബ്ലോക്കുകൾ ക്രിയേറ്റ് ചെയ്യണം, അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഇനി പല പേജുകളിലും ഈ ഇമേജുകൾ കണ്ടിട്ടുണ്ട്. വെബ് പേജുകളിലൊക്കെ ഇമേജസ് എല്ലാം കോമൺ ആണ് അല്ലേ? അപ്പോൾ എങ്ങനെയാണ് ഒരു ഇമേജിനെ നമ്മൾ വെബ് പേജിൽ കൊണ്ടുവരുന്നത്, വെബ് പേജിലേക്ക് ഇൻസേർട്ട് ചെയ്യണത്? അതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടാഗാണ് IMG ടാഗ്. IMG ടാഗ് യൂസ് ചെയ്തിട്ടാണ് HTML പേജുകളിൽ നമ്മൾ ഇമേജസ് എന്ത് ചെയ്യുന്നത്, ഇൻസേർട്ട് ചെയ്യുന്നത്. HTML provides a tag IMG to insert images in HTML pages. ഇങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്ന IMG SRC = നമ്മളുടെ പിക്ചറിൻ്റെ പേര്. IMG SRC = ഡബിൾ കോട്ട്സിൽ എന്താണോ പിക്ചർ, ആ പിക്ചറിനെ നമ്മൾ ഇൻസേർട്ട് ചെയ്യാനായിട്ട് പിക്ചറിൻ്റെ പേര് പറഞ്ഞു കൊടുക്കുക. ഇനി IMGയുടെ ഒരു പ്രത്യേകത, IMG ഒരു empty ടാഗാണ്. IMGക്ക് ക്ലോസ് ചെയ്യേണ്ട. IMG SRC = പിക്ചർ എന്നിട്ട് കഴിഞ്ഞാൽ പിന്നെ അതിനെ ക്ലോസ് ചെയ്യേണ്ട കാര്യത്തിൽ ഇമേജ് അവിടെ വരും. അപ്പോൾ IMG ടാഗ് ഒരു empty ടാഗാണ്. ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ഈ ഇമേജ് ടാഗിൻ്റെ കുറച്ച് ആട്രിബ്യൂട്ടുകളാണ്. വിഡ്ത്ത്, ഹൈറ്റ്, B സ്പേസ്, H സ്പേസ്, അതുപോലെ ഓൾട്ട്, അലൈൻ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ വിഡ്ത്ത് കൊടുത്താൽ നമ്മുടെ ഇമേജിൻ്റെ വിഡ്ത്ത് സെറ്റ് ചെയ്ത് വരും. ഹൈറ്റ് കൊടുത്താൽ ഹൈറ്റ് സെറ്റ് ചെയ്ത് വരും. B സ്പേസും H സ്പേസും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെർട്ടിക്കൽ സ്പേസും ഹൊറിസോണ്ടൽ സ്പേസും അവിടെ സെറ്റ് ചെയ്ത് നമുക്ക് കാണിച്ചു തരും. അലൈൻ = ബോട്ടം, മിഡിൽ, ടോപ്പ് എന്നൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണോ, അലൈൻ = ബോട്ടം ആണെങ്കിൽ താഴെ വരും, അലൈൻ = മിഡിൽ ആണെങ്കിൽ മിഡിൽ പോർഷനിൽ വരും, അലൈൻ = ടോപ്പ് ആണെങ്കിൽ ടോപ്പിൽ വരും. അപ്പോൾ ഇത്തരത്തിലുള്ള നമ്മളുടെ ആട്രിബ്യൂട്ടുകൾ നമുക്ക് IMG ടാഗിനോടൊപ്പം യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ മെയിൻലി യൂസ് ചെയ്യുന്ന ഒരു ആട്രിബ്യൂട്ടാണ് SRC എന്ന് പറയുന്നത്. IMGയുടെ
മെയിൻ ആട്രിബ്യൂട്ട് വരുന്നത് SRC ആണ്. കാരണം എന്താ, ഇമേജ് എന്താണോ എന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട് നമുക്ക് SRC വേണം, എന്നാലാണ് ഇമേജ് അവിടെ വരുള്ളൂ. അപ്പോൾ വൺ വേർഡൊക്കെ ആയിട്ട് ചിലപ്പോൾ ചോദിക്കാം IMG ടാഗിൻ്റെ മെയിൻ ആട്രിബ്യൂട്ട് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആട്രിബ്യൂട്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് SRC ആണ്. അപ്പോൾ ഇത്രയും ടാഗുകളും ആട്രിബ്യൂട്ടുകളൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. HTML, അതിൻ്റെ സ്ട്രക്ചർ, അതുപോലെ തന്നെ വേറെയും കുറച്ച് ടാഗുകൾ, ഓരോ ടാഗുകളുടെയും ആട്രിബ്യൂട്ടുകൾ, ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗുകൾ, അതുപോലെ മാർക്ക് യു ടാഗ്, അതിൻ്റെ ആട്രിബ്യൂട്ടുകൾ ഒക്കെ മെയിനായിട്ട് നമുക്ക് പഠിച്ചു പോകേണ്ട കാര്യങ്ങളാണ്.